ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മാഗിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം മാഗി ഉണ്ടാക്കാൻ. എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. മാഗി നമുക്ക് പലതരത്തിൽ ഉണ്ടാക്കാമല്ലേ. ഇത് ഞാൻ ജസ്റ്റ് ഇതിലുണ്ടായിരുന്ന മസാല വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയത്. വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആകെ ചിക്കൻ മസാലയും ഗരം മസാലയും മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു അര പാക്കറ്റ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഉപ്പ് ഒട്ടും തന്നെ ആഡ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്കറിയാം നൂഡിൽസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഇനിയും ഉപ്പ് ആഡ് ചെയ്തിട്ട് അത് ഭയങ്കര സോൾട്ടി ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാഞ്ഞത്. ബാക്കി ക്യാരറ്റും ബീൻസും ഇട്ടിട്ടുണ്ട്. പിന്നെ മസാലയെല്ലാം ഇട്ട് വെള്ളം തിളച്ച് വരുന്നപ്പോൾ നമ്മൾ മാഗിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി. മാഗി നമുക്ക് പലതരത്തിൽ ഉണ്ടാക്കാമല്ലേ. ഞാനിപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം, പറങ്കിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആദ്യം ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നൂഡിൽസ് വെള്ളത്തിൽ വേവിച്ചെടുത്തതിന് ശേഷം പച്ചക്കറി വേറെ തന്നെ വേവിച്ചിട്ട് അതിൽ മസാല ഇട്ടിട്ടാണ് നമ്മൾ മാഗി ഇടാറ് ചില ആൾക്കാർ. ഇതിപ്പം ഞാൻ ജസ്റ്റ് ആ വെള്ളത്തിൽ തന്നെ മാഗി ഇട്ടിട്ട് ആക്കുന്നത്. ആദ്യം വേവിച്ചിട്ടൊന്നുമില്ല. അപ്പം ഇതിന് വലിയൊരു പാത്രം തന്നെ എടുക്കേണ്ടി വന്നു. വെച്ചാൽ ചെറിയൊരു നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കൊള്ളാത്തതുകൊണ്ട് തന്നെ വലിയ പാത്രത്തിലാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത്. കുറച്ച് വലിയ പാത്രത്തിൽ. അപ്പോൾ അത് അടുക്കി പിടിക്കാണ്ടൊക്കെ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം അങ്ങനെ നമ്മളെ മാഗി ഞാൻ വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് വേവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഫൈനലി വന്നിട്ടുണ്ട്. അപ്പം ഞാനത് അടുപ്പിൽ നിന്ന് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ മാഗി റെഡിയായി. എങ്ങനെയുണ്ട് നമ്മുടെ റെസിപ്പി? ഇഷ്ടമായോ? ഇതെല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് മാഗി ഉണ്ടാക്കാൻ. എന്നാലും ഞാൻ എടുത്തു എന്നുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.